ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊള്ളിക്കിഴങ്ങ് പറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഏകാദശിയായ കാരണം നമ്മൾ ഒന്ന് പുഴുക്കുണ്ടാക്കാൻ കരുതി. അപ്പോൾ കുറച്ച് പോളയും ചേമ്പത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് നനക്കിഴങ്ങും കൂടി പറിക്കുകയാണ്. അപ്പോൾ 2 വള്ളിയാണ് പറിച്ചത്. അതിൽ ഒരു വള്ളി പറിച്ചപ്പോൾ ചെറിയ കിഴങ്ങുകളായിരുന്നു, അധികമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത വള്ളിയോട് പറിച്ചു. അതിൽ അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് 2-3 വലിയ കിഴങ്ങൊക്കെ കിട്ടി. ഒരു 2 കിലോത്തോളമൊക്കെ 2 വള്ളിയിൽ നിന്നും കൂടെ കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ കൊത്തിയപ്പോൾ പൊട്ടിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് എടുക്കണം. അത് വെച്ചാൽ പുറത്തിരുന്നാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളത് നന്നാക്കിയിട്ട് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഈ പൊട്ടിയതൊക്കെ എടുത്തിട്ട് നമുക്കിപ്പം പുഴുക്കുണ്ടാക്കാം. ബാക്കി ഇവിടെ വയ്ക്കുന്നുണ്ട്. ഇതിൽ ഈ ചെറിയ കിഴങ്ങുകളൊക്കെയാണ് നടാനെടുക്കുക. അപ്പോൾ നമുക്ക് നടുന്ന വീഡിയോ ഒരു ദിവസം എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുളക് വേണം. നോക്കിയപ്പോൾ മുളക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ തോട്ടത്തിലേക്ക് കയറി അതിൽ നിന്ന് കുറച്ച് മുളകും വഴുതിന് ഒക്കെ പാകമായതുണ്ടായിരുന്നു. 3-4 തക്കാളിയും കിട്ടി. ആദ്യമായിട്ടാണ് തക്കാളി പറിക്കുന്നത്. പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. 4 തക്കാളിയും കിട്ടി. പിന്നെ ഒരു കറിവേപ്പിലയുടെ കമ്പും കൂടി പൊട്ടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോയാലും. പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കിഴങ്ങും കൊള്ളിക്കിഴങ്ങും പോളയും ചേമ്പത്തും ഒക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം. 2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. 2 കപ്പ് വേണമെന്നില്ല, 1.5 കപ്പ് മതിയാവും. ഞാൻ ഒഴിച്ചത് ലേശം കൂടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ലൂസാണ് കേട്ടോ. പിന്നെ 3 വിസിൽ വേണം. നല്ലോണം വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പിടണം. അരപ്പിനായിട്ട് ഒരു പച്ചമുളകും ഒരു അരമുറി നാളികേരവും ഒരു കറിവേപ്പില എടുത്തിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്ന കിഴങ്ങിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഉടച്ചെടുക്കാം. ചിലർ ജീരകവും കടലയൊക്കെ ചേർക്കും. നമ്മളതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ പപ്പടം കൂട്ടി കഴിക്കുകയാണ് ചെയ്തത്. അമ്മയ്ക്ക് ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതുതായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ കുറച്ച് വിത്തുകളൊക്കെ നടാനുണ്ടായിരുന്നു. തലേന്ന് കുതിർത്ത് വെച്ച കുറച്ച് മത്തൻ, പീച്ചിക്ക, ചിരങ്ങ, പടവലം, കമ്പം ഒക്കെ ഉണ്ടായിരുന്നു. തലേന്ന് രാവിലെ ഒരു തുണിയിൽ നനച്ച് വെച്ചതായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരമാണ് നമ്മളിത് നടുന്നത് കേട്ടോ. അപ്പം ഇതിനായിട്ട് നമ്മളൊരു 4-5 കുഴി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ചാണകപ്പൊടിയും വെണ്ണൂറും ആട്ടിൻകാഷ്ടും ഇട്ടിട്ട് നല്ലോണം കിളർത്തിയിട്ടാണ് നമ്മൾ നടുന്നത്. അപ്പം ഇതിലേക്ക് വേണ്ട വളമൊക്കെ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. പശു ആടൊക്കെ ഉള്ളത് കാരണം തന്നെ നമ്മളടുത്ത് തന്നെ ഉള്ളതാണ്.
നമുക്കിനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇവയൊക്കെ മുളച്ച് വരട്ടെ. ശരി, ടാറ്റാ.